എബ്രോഡിലേക്ക് ജോബിന് വേണ്ടി പോകുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് HRD ആണ്. ഇനി ഈ HRD എന്താണെന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷൻ സീലാണ്. അതായത് ഈ സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണെന്ന് അതാത് സ്റ്റേറ്റിൽ നിന്ന് തന്നെ തെളിയിക്കണം. അതിനൊരു സീലുണ്ട്. അതിന് HRD എന്ന് പറയും, ഓതൻറ്റിക്കേഷൻ സീലെന്ന് പറയും, നോർക്ക എന്നും പറയും. കേരളത്തിലാണെങ്കിൽ നോർക്ക സെൻറ്റർ വേറെ തന്നെയുണ്ട്. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് ആണ് മെയിനായിട്ട് 3 നോർക്ക സെൻറ്റർ ഉള്ളത്. കേരളത്തിൽ പഠിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നോർക്ക ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ നോർക്ക സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡേറ്റ് കിട്ടും. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. ഏത് നോർക്കയിലാണ് പോകാൻ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ ആ നോർക്ക സെൻറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമും 10th മുതൽ നമ്മൾ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ, അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, പാസ്പോർട്ട്, ഇത്രയും ഡോക്യുമെൻറ്റ്സുമായിട്ട് വേണം നോർക്കയിൽ വരാൻ. ഇനി കാൻഡിഡേറ്റ് തന്നെ വരണമെന്ന് നിർബന്ധമാണ്. കാൻഡിഡേറ്റ് എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് റിലേറ്റീവ്സ് റിലേഷൻ പ്രൂഫുമായിട്ട് വരണം. അത് നോർക്ക രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ അതിൽ കാൻഡിഡേറ്റ് ഡയറക്റ്റ് വരുന്നുണ്ടോ അതോ റെപ്രസെൻറ്റേറ്റീവ് ആണോ വരുന്നതെന്നുള്ളത് ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആരാ വരുന്നതെന്ന് വെച്ചാൽ, അതായത് ബ്ലഡ് റിലേറ്റീവ്സ് തന്നെ മസ്റ്റാണ്. അതിൽ ആരാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര്, അഡ്രസ്സ്, അവർ കൊണ്ടുവരുന്ന ID പ്രൂഫ് എന്നിവ കൊടുക്കണം. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ഒന്നീ പാസ്പോർട്ട്, റേഷൻ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ നമ്പരും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. നോർക്ക വരുമ്പം ഈ ആപ്ലിക്കേഷൻ ഫോമും പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അതിൻ്റെ ഒറിജിനൽസ്, പിന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവയായിട്ട് വേണം നോർക്കയിലേക്ക് വരാൻ. കാൻഡിഡേറ്റ് ഡയറക്റ്റ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അഥവാ അവർ എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് കോപ്പിയും വിസ പേജും നിർബന്ധമായിട്ടും കൊണ്ടുവരണം. നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് ഒറിജിനൽ നിർബന്ധമാണ്. അപ്പം നോർക്ക ചെയ്തതിന് ശേഷം നമ്മൾ ഡൽഹി കൊണ്ടുപോയിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പിന്നീട് UAE എംബസി ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് HRD ആണ്. HRD അല്ലെങ്കിൽ നോർക്ക. അതിനുശേഷം നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യണം. പിന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ കൺട്രിയുടെ എംബസിയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ എംബസി കംപ്ലീറ്റ് ആക്കി, അതായത് ഇന്ത്യയിൽ പഠിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നോർക്ക ചെയ്തു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തു, UAE എംബസി ചെയ്തു. ഈ 3 പ്രോസസ്സും കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ UAE പോയിട്ട്, അതായത് ഇപ്പോൾ UAE എംബസിയാണ് ചെയ്യുന്നത്, UAE പോകുന്നതെങ്കിൽ UAE കൊണ്ടുപോയിട്ട് നമ്മൾ മോഫ ചെയ്യുന്നു. ഇനി ഒരു കാര്യം പറയാൻ, കേരളത്തിൽ പഠിച്ചല്ല, പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് പഠിച്ചിരുന്നുണ്ടെങ്കിൽ, അതായത് തമിഴ്നാടോ ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ്, അങ്ങനെ വേറെ സ്റ്റേറ്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോർക്ക അവിടെ യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതായത് ഒരു 25 വർക്കിംഗ് ഡേയ്സോളം അതിന് വേണ്ടി വരും. മിക്കവാറും 25 വർക്കിംഗ് ഡേയ്സൊക്കെ വേണ്ടി വരും. യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അതർ സ്റ്റേറ്റിലെ നോർക്ക കിട്ടുന്നത്. അപ്പം നോർക്കയ്ക്ക് ശേഷം നമ്മൾ ഡൽഹി കൊണ്ടുവന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുന്നു, UAE എംബസി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായി കൊണ്ടുപോയിട്ട്, അതായത് UAE കൊണ്ടുപോയിട്ട് അവിടുത്തെ മോഫിങ് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പം UAE എംബസിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി UAE അല്ല ചെയ്യുന്ന ഖത്തർ എംബസിയാണ് ചെയ്യുന്നത്. അതായത് ഖത്തറിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോർക്ക ചെയ്യുന്നു, പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുന്നു, ഡൽഹിയിൽ നിന്ന് ഖത്തർ എംബസി ചെയ്യുന്നു, പിന്നീട് ഖത്തർ കൊണ്ടുപോയി മോഫ ചെയ്യുന്നു. ഇനി ഖത്തറാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രം എംബസിക്ക് സബ്മിറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റോ കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റിലും ഖത്തർ എംബസി ചെയ്യണം, അതിൻ്റെ മാർക്ക് ലിസ്റ്റിലും എംബസി ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഖത്തർ എംബസിക്ക് നോർക്ക നിർബന്ധമാണ്. UAE എംബസിക്ക് നോർക്ക ഇല്ലെങ്കിലും, അതായത് സ്റ്റേറ്റ് HRD ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഡൽഹി കൊണ്ടുപോയി അവിടുന്ന് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൻ്റെ ഒരു സീല് ചെയ്തിട്ട് നമുക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എംബസി കിട്ടും. ദുബായി കൊണ്ടുപോയാലും മോഫയും കിട്ടും. എന്നാൽ ഖത്തർ എംബസിക്ക് അതാത് സ്റ്റേറ്റിൻ്റെ HRD നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഖത്തർ എംബസി കിട്ടുള്ളൂ. ഇനി യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നതെങ്കിൽ
ആദ്യം നോർക്ക ചെയ്യുന്നു, പിന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ MA അപ്പോസ്റ്റൽ ചെയ്യുന്നു യൂറോപ്യൻ കൺട്രീസിലേക്ക്. അതല്ല ഒമാൻ, ബഹ്റിൻ, അങ്ങനെ ചില രാജ്യത്തേക്കൊക്കെ നമുക്ക് MA അപ്പോസ്റ്റൽ മതിയാവും, എംബസിയുടെ ആവശ്യമില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു സാധാരണ ഒരു ഡിഗ്രി ലെവലിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഞാൻ പറയാൻ പോകുന്നത് എബ്രോഡിലേക്ക് പോകുമ്പം, അതായത് ഒരു ജോലിക്ക് പോകുമ്പം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എംബസി ചെയ്യുന്നത് പോലെ തന്നെ നോൺ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എംബസി ചെയ്യണം. അതായത് ഫാമിലി വിസയ്ക്ക് വേണ്ടി മാര്യേജ് സർട്ടിഫിക്കറ്റിൽ എംബസി ചെയ്യണം. കുട്ടികളെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് TC വാങ്ങിയിട്ട് അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ TCയിൽ എംബസി ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ നിൽക്കുന്നവർക്ക് അവിടെ ഒരു കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അവർ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രോപ്പർട്ടി സെയിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും റിലേറ്റീവിനെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഓതറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഡ്വക്കേറ്റിൻ്റെ അഫിഡവിറ്റ് എടുത്തിട്ട് ആ അഫിഡവിറ്റിൽ എംബസി ചെയ്യണം. അങ്ങനെ കുറേ നോൺ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ട്. അതിലൊക്കെ നമ്മൾ എംബസി ചെയ്തെങ്കിൽ മാത്രമേ അവരവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ആദ്യം സ്റ്റേറ്റ് HRD ചെയ്യുന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുന്നു, പിന്നീട് എംബസി ചെയ്യുന്നു. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. എംബസി വരെ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നത്. ഇന്ത്യയിൽ എല്ലാ എംബസികളുണ്ട്. കുവൈറ്റ്, UAE, ബഹ്റിൻ, ഒമാൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ എംബസികളും ഡൽഹിയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ഇന്ത്യയിലുള്ള, അതായത് ഡൽഹിയിലുള്ള എംബസി ചെയ്തിട്ട് വേണം അതാത് കൺട്രിയിലേക്ക് പോകാൻ. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ കൺട്രിയുടെ എംബസിയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു സ്റ്റാമ്പാണ്, ആ സ്റ്റാമ്പാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ടുവന്നിട്ടുള്ള മോഫ് ചെയ്യേണ്ടത്. അപ്പം പഠിച്ചിട്ട് പഠിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളിന് പഠിച്ച സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എംബസി ചെയ്യണം. പിന്നെ ഫാമിലി വിസയ്ക്കാണെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് എംബസി ചെയ്യണം. കുട്ടികളെ കൊണ്ടുപോകാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യണം. പിന്നെ അവിടെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്ന TC എംബസി ചെയ്യണം. അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് നോൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.